ചോറ് തിളച്ച് പോയിട്ടേ ഇങ്ങനെ കാണുമ്പോൾ ഒരു നല്ലൊന്ന് ആളി കത്തിയിട്ട് ഇങ്ങനെ തിളച്ച് പോകുമ്പോൾ എനിക്കിഷ്ടമില്ല കേട്ടോ ഇങ്ങനെ കാണുന്നത്. ഇനി ഊറ്റിക്കഴിഞ്ഞിട്ടൊന്നും കൂടി ചെയ്യാമല്ലോ. നമ്മൾ കഞ്ഞിവെള്ളം എടുക്കില്ല, കഞ്ഞിവെള്ളം കുടിക്കുക. എന്താ അച്ഛനുള്ള സമയത്ത് അച്ഛൻ മാത്രമേ കഞ്ഞി കുടിക്കുള്ളൂ കേട്ടോ. ഞാൻ കുടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ പച്ചവെള്ളം ഒഴിക്കും. അമ്മ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കും, പക്ഷെ എന്നിട്ട് അത് കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടേ അവർ വെറുതെ ഉപ്പേരി കൂട്ടി ചോറിനും, എന്നാലും കഞ്ഞിവെള്ളം അങ്ങനെ ഒഴിക്കില്ല. എപ്പോഴെങ്കിലും അവർക്ക് തോന്നണം. രാവിലെ നമ്മുടെ ചോറായി. ചുക്ക് വെള്ളത്തിന് വെള്ളം അടുപ്പത്ത് വെച്ചു. വർക്കൗട്ടിന് പോയി കഴിഞ്ഞ് വന്നിട്ടേ പുകഞ്ഞത് അവിടെ പാത്രം കഴുകുന്നുണ്ട്. ഇനി അതെന്താ കാട്ടിയെന്നറിയോ, നാള് കാട വറുത്തതിൻ്റെ എണ്ണ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ എന്തെങ്കിലും വാങ്ങുമ്പോൾ വറക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ച് പിറ്റേ ദിവസം എടുക്കുള്ളൂ, അതിൻ്റെ പിറ്റേ ദിവസം ഒന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും വാങ്ങിയില്ല. അപ്പോൾ ആ എണ്ണ എന്ത് കാട്ടിയെന്നറിയോ, കളയണ്ടേ പറഞ്ഞിട്ട് അടുപ്പിലൊഴിച്ചു. അതിങ്ങനെ ഓളി കത്തി. ഓ അടിപൊളിയായിട്ട് കത്തി. മുളക് വറുത്ത പുളി വെച്ചാൽ മതിയോ? നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകണം. കണ്ട ഇത്രയും മുട്ട ആർക്ക് കഴിക്കാനുള്ളതെന്നറിയോ? അനിയേട്ടന് കഴിക്കാനുള്ളത്. രണ്ടെണ്ണം ഞാൻ എൻ്റെ അടുത്ത് 8 എണ്ണം കഴിക്കാൻ പറഞ്ഞു കേട്ടോ. 8 എണ്ണം ഒന്നും കഴിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. എനിക്കിപ്പോൾ മുട്ടയെ ഇഷ്ടമില്ല. മുട്ട എന്താ പൊരിച്ചത് ചോറിനാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ മുട്ട കണ്ടില്ലേ, ബാക്കിയുള്ള കുറേ പണികൾ കഴിഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ പ്രത്യേകിച്ച് കാര്യമായിട്ട് കൂട്ടാൻ വയ്ക്കാനൊന്നുമില്ല. അപ്പം നമ്മുടെ കൂട്ടാൻ വയ്ക്കാൻ ഇല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? മുളക് വറുത്ത പുളി വയ്ക്കുക, പപ്പടം ഉണ്ടിരിക്കുന്നു, പപ്പടം കാച്ചുക, കുറച്ച് മുതിര ഉണ്ട് കേട്ടോ. മുതിരപ്പേരി ഉണ്ടാക്കണം. പോരെ സുകന്യേ? പോരാ അല്ലേ? കുറച്ച് ചിക്കനോ? എന്തേ ഐക്ക് വയ്യ. ഈ പൈസ തന്നിട്ടല്ലേ നമ്മുടെ ചിക്കൻ വാങ്ങല്? ഏട്ടൻ്റെ ഇല്ലല്ലോ. അതൊക്കെ ചിക്കനൊന്നും പ്രശ്നമില്ല, അതൊക്കെ അവിടെ പോയി കഴിഞ്ഞ് ചിക്കൻ തരും. എന്നാ പോയി വാങ്ങിട്ട് വരും 2 കിലോ. വേണ്ടാത്രേ. വേണ്ടേ? സുകന്യയുടെ കയ്യിലും എൻ്റെ കയ്യിലും ഓട്ടക്കയ്യാണ് കേട്ടോ. പൈസ നിൽക്കുകയില്ല ഞങ്ങളുടെ 2 ആളുടെ കയ്യിലും. എന്താ എത്ര ഇത്. അപ്പം പുളി വെക്കണ്ടേ? പുളി വെച്ചോ? ചിക്കൻ വാങ്ങണ്ടോ? ചിക്കൻ വേറെ വരട്ടെ. വേണ്ട ചിക്കനിൽ പുളിയിട്ട് വെക്കല്ലോ. വെക്കണോ? വെറുതെ വെച്ചോന്ന്. ആദ്യം പുളി വെച്ചോ. ചിക്കനിൽ തീരുമാനം സുകന്യ താല്പര്യം കാണിച്ചിട്ടില്ല. സുകന്യേ, ഈ ചിക്കൻ വെച്ച കൂട്ടില്ല. ഉള്ളി നുറുക്കി വെച്ചിരുന്നു കേട്ടോ. രാവിലെ കഞ്ഞിക്ക് പുട്ടുണ്ടാക്കണോ അതോ കഞ്ഞി ചമ്മന്തി മതിയോ? പുട്ടോ? ഒരു പാക്കറ്റ് പൊടിയുണ്ട് കേട്ടോ, എടുത്തിട്ട് കുറച്ച് പുട്ടുണ്ടാക്കും. മാങ്ങയാണ് കുട്ടികളെ. മാങ്ങ കണ്ട. ഇത് മാങ്ങയും കൊണ്ടില്ലേ നമുക്ക് മാങ്ങാത്തര ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേടനൊരു വ്യക്തി തന്നെ അമ്മൂട്ടി. അയാളില്ലേ, അയാൾ അങ്ങനെയല്ല, അത് മാത്രമല്ലേ നമുക്കറിയുള്ളൂ. വെള്ളം ഇനി അവിടെ നിന്ന് എടുത്ത് വയ്ക്കണം കേട്ടോ. വെള്ളം ഞാൻ എടുത്തേക്കാം. മോട്ടറോ? അതാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ പ്രശ്നം. എന്തെന്നറിയോ, ഭയങ്കര പിശുക്കന്മാരാണ് ഇവിടെ ഉള്ളവർ കേട്ടോ. പിശുക്കന്മാരല്ല, മടിയന്മാർ. പിശുക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ചിലവാക്കാത്തവർ മടിയന്മാരാണ്. കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് ഡ്രമ്മിലും ഇതിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്നും എടുക്കില്ല കേട്ടോ. കുറച്ച് വെള്ളം നമ്മുടെ കിണറ്റിൽ നിന്ന് കിട്ടില്ലേ, ആ വെള്ളം എടുത്തിട്ട് പരമാവധി അവർ അതും കൊണ്ടാണ് ഉപയോഗിക്കും. അത് വെള്ളം നിറച്ചേക്കണ എന്തിനു വേണ്ടിയിട്ടാ? വെള്ളം നിറച്ചേക്കണ ആരാ? അവർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമാണ് അതിൽ നിറച്ച് ചേർന്നത്. ബാക്കിയുള്ളവർക്ക് വെള്ളം പൈപ്പിൽ വരുന്ന വെള്ളമല്ല, അവർക്കുള്ളതാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ. അതുകൊണ്ട് ആരാണോ പിടിച്ചേക്കുന്നത് അവരാ ടാങ്കത്തെ വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുളിച്ചോളൂ. ബാക്കിയുള്ളവർ ടാപ്പത്തെ വെള്ളം എടുത്ത് കുളിക്കും. അതാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏട്ടങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയുകയാണ് കേട്ടോ.
ഈ വെള്ളം വെച്ചത് ഒരു ബക്കറ്റ് എടുത്ത് കുളിറൂമിൽ കൊണ്ടുപോയി കുളിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. പെട്ടെന്ന് നമ്മളില്ലേ വെള്ളം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ മിഞ്ഞാന്ന് ഇതേപോലെ വെള്ളം എടുത്ത് വെച്ചില്ല കേട്ടോ. വെള്ളം എടുത്ത് വയ്ക്കാത്തത് കൊണ്ട് രാവിലെ ചോറ് വയ്ക്കാൻ നോക്കുമ്പോൾ ഞാനത് മറന്നു. എടുത്ത് വയ്ക്കാതെ രാവിലെ ചോറ് വയ്ക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല. അടുത്ത വീട്ടിൽ പോയി വെള്ളം കൊണ്ടുവന്നപ്പോൾ അവിടെ അടിയായിട്ട് കലങ്ങിയ വെള്ളം വരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ പെടുന്നതും 2 പാത്രം വെള്ളം മറ്റ് എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മടിയാവുമ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യല്ല, അനുഭവിക്കാനല്ല. എനിക്കില്ലേ വരുന്ന സങ്കടത്തിന്. മമ്മൂട്ടി ഒരു മുട്ടാണോ? അവർക്ക് പൊരിച്ചത് മുഖത്ത് കുരുവരി അത്രേ. ഞാൻ ഇന്ന് സ്കിൻ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ, മണ്ണാർക്കാട്. എന്താ വൈകുന്നേരത്തിലേട്ടാ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടോ എൻ്റെ മുഖത്ത് ഇത് സ്കിൻ ഡോക്ടർ കാണിക്കാതെ പറ്റില്ല. ഞാൻ വിചാരിച്ചു മഞ്ഞൾ തേച്ചു, പക്ഷെ എന്താണ് പ്രശ്നം എന്നറിയില്ല. അങ്ങനെ എന്താണ് പ്രശ്നം ഡോക്ടറിന് പറയുന്നത്. ഡോക്ടർ പിന്നെ അതേപോലെ ചിലവരുടെ സംശയമാണ് ഞാൻ ജിമ്മിന് പോണതല്ലേ, ഡയറ്റ് ഇല്ലേ എന്നൊക്കെ. നമ്മൾ ഒരുപാട് അങ്ങനെ ഡയറ്റ് എടുക്കണവും കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. വർക്കൗട്ട് ചെയ്യാലേട്ടാ. ഡയറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. എടുക്കണില്ലാന്നേ ഉള്ളൂ. എടുക്കുക പറഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ എടുക്കുന്നുണ്ട്, അളവ് കമ്മിയാക്കിയിട്ടൊക്കെ. പിന്നെ ഇപ്പോൾ ചപ്പാത്തിയും ബ്രെഡും കഴിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോയ്ക്ക് ഇങ്ങനെ 2 എടുക്കും. എനിക്ക് പൊതുവേ ചപ്പാത്തി അധികം ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായയിൽ ഇങ്ങനെ കഴിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് പോട്ടോ. പിന്നെ എനിക്ക് PCODയുടെയും വേറെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ വിചാരിക്കണ കറക്റ്റ് എടുക്കേണ്ടതാണ്. അത് വെറും തമാശക്ക് പറയുന്നല്ല. എനിക്കിപ്പോൾ എൻ്റെ ആവശ്യം എനിക്ക് തടി കുറയ്ക്കുക അതല്ല എൻ്റെ ആവശ്യം. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ് കേട്ടോ. വേറെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PCOD കാര്യങ്ങളൊക്കെ കമ്മിയാക്കുക, അതൊക്കെയാണ് എൻ്റെ ആവശ്യം. പിന്നെ നമ്മളില്ലേ കുറയട്ടെ. എന്തായാലും വർക്കൗട്ടിന് പോവുകയാണെങ്കിൽ ഡയറ്റ് എടുക്കുക തന്നെ വേണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലാണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ അത് നല്ല ചിലവുണ്ട്. നമുക്കിപ്പോൾ ഒരു ഫ്രൂട്ട്സ് കൊണ്ടുവന്നു, നമുക്ക് ഒറ്റയ്ക്കായിട്ട് കഴിക്കാൻ പറ്റുമോ? ഈ മക്കളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരുപാട് വാങ്ങി കഴിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? ചിക്കൻ വേണം, ഫ്രൂട്ട്സ് വാങ്ങാൻ പറയുന്നുണ്ട്, നട്ട്സ് വാങ്ങി കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പറഞ്ഞു വെച്ചാൽ ഒറ്റയ്ക്കായിട്ട് നമ്മൾ അങ്ങനെ കഴിച്ചിട്ട് നമ്മുടെ ഇത് നോക്കിയിട്ട് എന്താ കാര്യം? കുഞ്ഞു മക്കളുള്ളപ്പോൾ നമുക്ക് അങ്ങനെ നോക്കണ മാസം 30,000 രൂപ കയ്യിൽ വേണ്ടി മാറ്റിയേക്കേണ്ടി വരും ഡയറ്റ് എടുക്കാൻ വേണ്ടി. നമ്മൾ അത്രയും ഇപ്പോൾ ദിവസം ചിക്കൻ കഴിക്കാൻ പറഞ്ഞു, മീൻ കഴിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ 8 മുട്ടയോളം കഴിക്കാൻ പറഞ്ഞു. സ്പെഷ്യൽ പുട്ട് സ്പെഷ്യലോ? നമുക്ക് ശരിക്കും ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ആ സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാണാനും നല്ല രസമല്ലേ അല്ലേ? നമ്മളിനില്ലേ പാത്രങ്ങളൊക്കെ വാങ്ങാൻ കുറേ കൂട്ടുകാർ പറഞ്ഞില്ലേ. അപ്പം ഇനി നമ്മൾ പുതിയ വീടാവുമ്പോൾ അപ്പം എല്ലാ പാത്രങ്ങളും വാങ്ങാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ നല്ല പാത്രങ്ങളൊക്കെ ഇല്ലേ ചോദിച്ചിരുന്നു. ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ വീട് മൊത്തം ചുറ്റിക്കറങ്ങി കാണിച്ചു തരിക വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാത്രങ്ങൾ കാണും. ഇഷ്ടം പോലെ പറഞ്ഞാൽ ഇഷ്ടം പോലെ. കാരണം അത്രയ്ക്ക് പാത്രങ്ങൾ പുറത്തു കൂടെ കിടക്കുന്നുണ്ട്. ഇത് കേട് വരാത്തത് കളിക്കാൻ കൊണ്ടിട്ടുള്ള പാത്രങ്ങൾ എത്ര ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അമ്മൂനെ പ്രസവിച്ച് വരുമ്പോൾ ഇഷ്ടംപോലെ പാത്രങ്ങൾ തന്നിട്ടുണ്ട്. സുകന്യയുടെ വീട്ടിൽ നിന്നും തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബാക്കി ഇതായി ഇങ്ങനത്തെ പാത്രങ്ങൾ ഇതേപോലത്തെ ഉരുളി ഇങ്ങനത്തെയൊക്കെ ഉള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ കിണ്ണങ്ങൾ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഈ കുപ്പി പൊട്ടുന്ന പാത്രങ്ങളൊന്നും ഇവിടെ നമ്മൾ പുറത്തേക്കേ ഇടില്ല. പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞു വെച്ചല്ലേ ക്ലാസ്സുകൾ 25 കുപ്പി ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ സുനെ? 25 കുപ്പി ക്ലാസ് ഉള്ളിടത്ത് ഇപ്പോൾ 1 കുപ്പി ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഒറ്റ കുപ്പി ക്ലാസ്. എന്നിട്ട് ഞാൻ 24 കുപ്പി ക്ലാസ് വെറുതെ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ നാളെ കഴിഞ്ഞ പ്രാവശ്യം ആരെങ്കിലും വരുമ്പോൾ ചായ സ്റ്റീൽ ഗ്ലാസ്സിൽ എങ്ങനെ കൊടുക്കുക പറഞ്ഞിട്ട് ഞാൻ കപ്പ് വാങ്ങിയിട്ടുണ്ട്. ആ കപ്പ് എങ്ങനെയാണെന്നറിയോ? നിധി സൂക്ഷിക്കണ പോലെയാണ്. ആരെങ്കിലും വരുമ്പോൾ ആ കപ്പിൽ ചായ കൊടുക്കുക. അത് അതിൻ്റെ പൊട്ടിച്ചിട്ട് തന്നെ ഇല്ല. അതുപോലെ നമ്മൾ ജ്യൂസ് കുടിക്കണ കപ്പ് 2 വാങ്ങി. അതും തന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുക, വീഡിയോ കഴിയുക, കൊണ്ടുപോയി വെക്കുക. എന്താണെന്നറിയോ, നമ്മുടെ മക്കൾ ഇപ്പോൾ പൊന്നൂനും കുഞ്ഞുണ്ണിക്കൊന്നും അങ്ങനെ പറഞ്ഞറിയില്ല. അവരത് പൊട്ടിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുട്ടിൻ്റെ ചില്ല്
അത് വേണ്ട പറയാം 2 ചില്ലുണ്ട്, ഒരു ചില്ല് കാണാനേ ഇല്ല. ഈ വീട് മൊത്തം അരിച്ച് പെറുക്കി എവിടെ കാണാനില്ല. നമ്മളിവർ കിട്ടാത്തോടത്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാലും കസേര കൊണ്ടുവന്നിട്ട് അവരെടുത്ത് നാശാക്കൂട്ടോ. അതും കൊണ്ടാണ് ഇപ്പോൾ കാസറോളാണ് പറഞ്ഞാൽ ചില എല്ലാവരും പറയും കാസറോളിൽ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചുകൂടെയെന്ന് ചോദിക്കും. പുട്ടൊക്കെ ചൂടാറാതെ എവിടെ വെള്ളം വീഴുന്നു? കാസറോളിൽ പുട്ടോ അല്ലെങ്കിൽ ദോശ ആക്കി വെച്ചു ഒരു ദിവസം ഒരു പാത്രം വെള്ളം അതിലങ്ങോട്ട് ആക്കി വെച്ചേക്കണു. ആരുടെ ഇത് ചെയ്ത്? കുഞ്ഞുണ്ണിയോ? കാസറോളിലാ വെള്ളം കളഞ്ഞത് കഴിക്കുക, സദ്യട്ടം കഴിക്കാതിരിക്കുമ്പോ ചെക്കൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാൽ ചെറിയ കുട്ടികളുള്ള വീട്ടിലറിയില്ലേ, അവർക്ക് ഇങ്ങനെ പൊട്ടിത്തെറുപ്പ് കുറച്ച് കൂടുതലല്ലേ. അപ്പം അവരൊന്ന് എന്തൊരു സാധനമാണെന്ന് വെച്ചാൽ അവരൊന്ന് കുറച്ചാവട്ടെ. ഇപ്പോൾ കിച്ചുവിൻ്റെയൊക്കെ അടുത്തൊക്കെ പറയുമ്പോൾ നമ്മൾ കിച്ചുട്ട അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ചെയ്യില്ല. പക്ഷെ അത് മറിച്ച് നമ്മുടെ കുഞ്ഞനോട് പറഞ്ഞല്ലേ, കുഞ്ഞൻ എന്താ ചെയ്താലെന്നാ ചോദിക്കപ്പോൾ എന്താ അമ്മ വല്യമ്മ ചെയ്താലേ ചോദിക്കും. അങ്ങനെയാണ് കേട്ടോ മക്കളുടെ ചിന്താഗതികൾ. നമ്മളാരും അവരുടെ പ്രായം അതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു ചട്ടി പൊട്ടി, നല്ലൊരു ചട്ടി. നിന്റെ പ്രായം അതാവണ്ടല്ലേ അല്ലേ? എൻ്റെ പ്രായം അതായതും കൊണ്ടല്ലേ. ചട്ടി പൊട്ടിക്കേണ്ട പ്രായമാണ്, അവരുടെ പ്രായം പാത്രം പൊട്ടിക്കേണ്ട പ്രായമാണ്. അതെ, കോഴീനെ ആട്ടിയതാട്ടോ, അല്ലാതെ കോഴീനെ ആട്ടിയപ്പോൾ ഇനി കോഴീനെ അങ്ങോട്ട് ആട്ടിയപ്പോൾ എന്താ കാട്ടിയെന്നറിയോ, കോഴി ആ ചിറകില്ലേ അത് ഇട്ടിട്ട് ഇതാക്കിയപ്പോൾ കയ്യും കൊണ്ട് ഇങ്ങനെ ആക്കിയതാ, അങ്ങനെ മറന്നു വിടതാ. അത് എത്ര കാലം പഴക്കമുള്ള ചട്ടിയെ. അപ്പം ഇന്നെ പല്ലിക്കല്ലേ പേസ്റ്റ്. ഇവിടെ പിന്നെ ഉള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഞങ്ങൾ പേസ്റ്റ് തരം നടക്കും. ഈ വീടിൻ്റെ 4 ഭാഗം അങ്ങോട്ട് നടക്കും. എന്നിട്ട് 2 അടി വലം വെക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും കിട്ടും ചെയ്യും കേട്ടോ. കാരണം കുട്ടികളെടുത്തിട്ട് കിച്ചു അപ്പുറത്ത് പല്ലിയാക്കിയ പേസ്റ്റ് എടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ നീ തേങ്ങ പൊളിക്കുമ്പോഴേക്കും ശരിയാവും. ഇതിലിങ്ങനെ കൽക്കണ്ടല്ലേ, കൽക്കണ്ട ഇട്ടിട്ട് ഇങ്ങനെ നല്ല ആവി വരുന്നതിൽ 4-5 കൽക്കണ്ട ഇടുക. എന്നിട്ട് കൽക്കണ്ട ഇട്ടിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. കടിക്കുമ്പോൾ അല്ലേ. ഇപ്പം ഞാൻ മധുരം കഴിക്കണില്ല. സുകന്യ പാട്ട് പാടണോ? ഒരു ചക്ക ഇട്ടിട്ട് കൂട്ടാൻ വെച്ചാലോ? അതിന് അമ്പലത്തേക്ക് പോണ്ടേ അല്ലേ? അമ്മ ആ ഉള്ളടിച്ചോരിട്ടാ വേഗം തുടച്ചാൽ മതിയല്ലോ. നിങ്ങളെ കണ്ടതോടെ കണ്ടതോടെ കണ്ടോ ഇളക്കം വരും. അപ്പോ പപ്പു വന്നു വിചാരിക്കണോ? അപ്പോ അവനില്ലേ എല്ലാവരും പറയില്ലേ ഈ പുറത്തു കൂടെ അങ്ങനെ പോണെന്ന്. അവനെ പുറത്തേക്ക് ഇഷ്ടം പോലെ വിടുന്നുണ്ട് കേട്ടോ. അവൻ്റെ കാര്യം കഴിഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ കെട്ടിയാൽ അവന് ആ കൂട്ടിൽ കയറി കിടക്കണം കേട്ടാ. അവൻ്റെ കൂട്ടിൽ കയറി കിടക്കണം കേട്ടോ. എന്നാലാണ് അവനൊരു ചൂടെടുത്തിട്ട് നമ്മൾ പുറത്ത് പുതിയ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടേക്കുക വലിച്ചാലും വരില്ല. പിന്നെ നമ്മൾ എടുത്തിട്ട് പോകണം. നമുക്ക് തൊപ്പുള്ള നല്ല തൊപ്പുള്ള 2 പൂച്ചകളെ വാങ്ങണം പറഞ്ഞപ്പോഴേ കിച്ചുവിന് ഇഷ്ടമല്ല കേട്ടോ. അതേപോലെ നമ്മുടെ അമ്മൂട്ടിക്ക് തീരെ ഇഷ്ടമല്ല. അമ്മ പറയണേ എനിക്ക് വേണ്ട, എൻ്റെ പപ്പൂനെ മാത്രം. അപ്പം നമുക്ക് ഒരു നായക്കുട്ടീനെ വാങ്ങണം എന്നുണ്ടായിരുന്നു. വാങ്ങുകയല്ല തരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. നായക്കുട്ടീനെ ഒരു അധികം ഉയരമില്ലാത്തത്. പക്ഷേ ഇവിടെ പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു പപ്പൂനെ അത് സങ്കടമാവുള്ളൂ, പപ്പൂനെ സങ്കടമാക്കിയിട്ട് ഞങ്ങൾക്ക് വേറെ വേണ്ട പറഞ്ഞിട്ട് കുട്ടികൾ സമ്മതിച്ചില്ല. അത് നല്ല ചന്തമുള്ള കുട്ടികൾ അധികം ഉയരം വരാത്ത വീട്ടിൽ ഇത്ര ഉള്ളത് പക്ഷെ സമ്മതിക്കില്ലാന്ന്. ഞാനപ്പോൾ ഉമ്മക്ക് അപ്പുറത്ത് വേണ്ട പറഞ്ഞു. പിന്നെ ചിന്തിച്ചപ്പോൾ ശരിയാണ്, നമ്മളിപ്പോൾ ഇവനെ കുട്ടികളെ നോക്കണ പോലെ നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റവരും കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു നായക്കുട്ടി ഉണ്ടായിരുന്നില്ലേ, ആ നായക്കുട്ടിയുള്ള സമയത്ത് പപ്പു അതിൻ്റെ കൂടെ കളിക്കൂട്ടോ ചേട്ടാ. അതിനൊരു കുരുറ്റൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ആർക്കും ഇല്ല അല്ലേ സുകന്യത്? കുശുമ്പും പോലും
നമ്മുടെ ഒരു കുറ്റി പുട്ടായിട്ടാ ഉണ്ടോ? പുട്ടായി. പുട്ടിൻ്റെ കൂടെ എന്താ കഴിക്കാനെന്നറിയോ? പഴുത്ത മാങ്ങ. എങ്ങനെ ഉണ്ടാവും? അടിപൊളി. മൂവാണ്ട മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ പഴുത്ത മാങ്ങി പുട്ടും പാടെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കട്ടെ. ദിലീപിൻ്റെ പുട്ടിനൊക്കെ അതിൻ്റെ മൂപ്പരിങ്ങനെ പറഞ്ഞായിരുന്നു. അത് കാരണമാണ് ഞാൻ കഴിച്ചു നോക്കാൻ ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ കഴിക്കാറുള്ളത് പുട്ടും മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങ കേട്ടോ. ഈ മാങ്ങയല്ല, നമ്മുടെ മൂച്ചീത്തെ മൂവാണ്ട മാങ്ങ നല്ല പോലെ മധുരമാണ് കേട്ടോ. അത് അതും ഇതും പുട്ടും പാടം അങ്ങനെ കുഴച്ച് കഴിക്കാന്ന് വിചാരിച്ചു. പപ്പടം ആണെങ്കിൽ പപ്പടം ഉണ്ട്. എങ്ങനെയുണ്ടോ? പുട്ടും പഴല്ലേ അതിനൊരു മോചനം അല്ലേ സുകന്യ? മാറ്റം. പുട്ടും മാങ്ങയും അയ്യേ നല്ല എൻ്റെ രസണ്ടോ സുകന്യ? നന്നതേ. ഇപ്പൊ എന്താ നമ്മള് നാളെ സുകന്യ അമ്മുട്ടിയിലടി അമ്മു കടയിൽ കയറിയപ്പോഴേ അമ്മൂന് എന്താ വേണ്ടത് വെച്ചപ്പോ പഴംപൊരിയും ബീഫും. അത് ആദ്യമായിട്ട് നമ്മൾ കഴിക്കുക. അത് അച്ചൊക്കെ കണ്ടോ പുറപ്പെട്ട് നിൽക്കണത് കണ്ട? അച്ഛ അമ്മൊക്കെ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് പറയാ അങ്ങോട്ട് നോക്കിട്ടേ. കയ്യ് കൂപ്പിയിട്ടൊക്കെ പറയണത്. അങ്ങനെ തന്നെ പറയണ്ട ഗുഡ് മോർണിംഗ്. ഇവിടെ വാ. അച്ചുവിന്റെ ആകെയുള്ള പ്രശ്നം എന്താ? അച്ചുവിന്റെ മുടി വെട്ടണം അത്രേ. അച്ചു മുടി നിലത്ത് കൂടെ ഇങ്ങനെ മിണ്ടാണ്ട് പൊക്കൊന്നും മൊട്ടടിച്ചേ. അവള് ഇല്ലേ, അവളെന്താ പറഞ്ഞറിയോ? അവള് 10ാം ക്ലാസ് എത്തുമ്പോഴേ മുടി വളർത്തുള്ളൂ അത്രേ. അല്ല എന്നാലും മതി. ഓ വട്ട അവളുടെ മുടി എവിടെ നോക്കട്ടെ? മുടി ഒന്നും കൂടെ കാണിച്ചു കൊടുക്ക്. അച്ചു പിന്നെതാ അച്ചു കണ്ടോ? കണ്ടില്ലേ? അച്ചുവിന്റെ പുറപ്പെടിലേക്ക് അച്ചു ഒറ്റയ്ക്കാണ് കേട്ടോ. ആരും ചെയ്തു കൊടുക്കണ്ട അച്ചുവിന്. അച്ചു തലമുടിയാണ് പറഞ്ഞാൽ അവളുടെ കാര്യങ്ങൾ. രാവിലെ അമ്പലത്തേക്ക് പോകണം. അമ്മു ചേച്ചിയുടെ ഇന്ന് അമ്മുൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസമല്ലേ. അപ്പോൾ രാവിലെ അമ്പലത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുറപ്പെടലും കഴിഞ്ഞു. അവളുടെ എല്ലാം കഴിഞ്ഞു കേട്ടോ. കിച്ചൂട്ടനാണ് ബ്രഷും കൊണ്ട് ഇങ്ങനെ നടക്കണുണ്ട്. തേരാ പാര. ആ അപ്പം അത് മുടി വളരട്ടെ. എൻ്റെ എല്ലാവരും ചോദിക്കും പ്രസി എന്താ മുടി പ്രസിയുടെ മുടി പോയിട്ടില്ലല്ലോ, എന്താണ് ചെയ്യണമെന്ന്. എനിക്ക് ഇത്രയും നല്ല കേട്ടോ. എനിക്ക് നിറച്ച് മുടി ഉണ്ടായിരുന്നതാണ്. എൻ്റെ മുടി എൻ്റെ തോന്നിവാസം കൊണ്ട് പോയതാണ്, അല്ലാതെ എന്താ മുടിയില്ലാണ്ടല്ല. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഒരു സാരി ഉടുക്കുമ്പോഴൊക്കെ അല്ലേ ആദ്യം ഈ ചുരുണ്ട മുടിയാവുമ്പോഴേ ഇത്രയ്ക്ക് മുടിയാവുമ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് അയ്യോ എനിക്ക് ആ മുടി ഉണ്ടായിരുന്നെങ്കിന്ന്. ഇപ്പം എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല കേട്ടോ. പക്ഷെ കൊഴിയണില്ല. നമ്മുടെ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തിയുടെ താളിയില്ലേ, വേറൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ചെമ്പരത്തി താളി തേച്ചാൽ തന്നെ നമ്മുടെ മുടി ഇതാവും. പിന്നെ ഇടയ്ക്ക് ഞാൻ കട്ടൻ ചായ ഇല്ലേ, നമ്മുടെ കട്ടൻ ചായ വെക്കും മധുരം ഇടാണ്ട്. അത് നല്ലതാണ്. എന്താ കുഞ്ഞുണ്ണി എണീറ്റ് വന്നപ്പോ തന്നെ കട്ടൻ ചായ തലേ തേച്ചാൽ നല്ലതാട്ടോ ലേട്ടാ. ഉലുവയും കട്ടൻ ചായയും കട്ടൻ ചായ തലേ തേച്ച് കഴിഞ്ഞാൽ മുടി ചെമ്പിച്ച കളർ വരില്ലേ? പക്ഷെ മുടി കൊഴിച്ചില് ചെമ്പിച്ചിട്ട് വരുള്ളൂ. അല്ല അതിന് അവര് ചെയ്യണില്ല, ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ മുടിയുള്ള കാര്യം പറയലോ, നല്ല പോലെ കൊഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആകെ കുറച്ച് മുടിയേ കൊഴിയുള്ളൂ. മറ്റേത് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ പോകും. നമ്മൾ ഉലുവല്ലേ, ഉലുവി ഇടുക. എന്നിട്ട് കട്ടൻ ചായ വെക്കുമ്പോൾ ഈ ഉലുവ ഇങ്ങനെ തിളച്ച് വേവില്ലേ, എന്നിട്ട് നമ്മൾ തലയിൽ തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തല കുളിച്ചാൽ മതി കേട്ടോ. എനിക്ക് മാറ്റമുണ്ട്. എനിക്ക് മാറ്റുള്ളത് നിങ്ങൾക്ക് ഉണ്ടാവുമോ എനിക്കറിയില്ല. സുകന്യ ചെറിയുള്ളി ജ്യൂസ് എന്തൊക്കെ പരീക്ഷിക്കാൻ പറ്റുക അതൊക്കെ അവള് വരും. അതേപോലെ അമ്മ ഒരു ദിവസം അവളുടെ ചാച്ചന് താരം പോവാനുള്ള ഒരു മരുന്നുണ്ടാക്കി കൊടുത്തേ ഉള്ളൂ. സതിയേട്ടൻ്റെ തലയത്തെ താരം പോയി. എന്താ കറ്റാർ വാഴ, മുരിങ്ങ, ഉള്ളി എന്തൊക്കെ കൂട്ടിയിരുന്നിട്ട് പറഞ്ഞിരുന്നു ഒന്നാള് അമ്മ അത് എന്താ ഉണ്ടാക്കി തന്നേ മുതൽ എൻ്റെ തലയത്തെ താരനൊക്കെ പോയിട്ടോന്ന്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാവും. ആദ്യം അമ്മൂൻ്റെ അടുത്ത് പറഞ്ഞു അമ്മോ ഇത് ചെയ്തിട്ട് എൻ്റെ മുടി മൊത്തം പോവോ അമ്മോ ചോദിച്ചു. ഇല്ല ചാച്ചാ ഞാൻ തേച്ചിട്ടുണ്ട്, ചാച്ചൻ ധൈര്യമായിട്ട് തേച്ചോ പറഞ്ഞു. സുകന്യ 500 രൂപയുടെ എന്തടി വാങ്ങി? 499 രൂപ. പിന്നെ എന്താക്ക് മുഖത്ത് തേക്കുന്ന ക്രീമിന്?
സുകന്യക്കില്ലേ മുഖത്ത് വെക്കാനുള്ള നല്ല ബ്രാൻഡഡ് ക്രീമുകൾ അറിയണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം ഇവള് ഈ ഓൺലൈനിൽ നിന്ന് ആ സാധനം കാണിച്ചു കൊടുക്ക് ബാത്റൂമിലുള്ളത്. നമുക്കറിയില്ല, ഈ വീഡിയോ കാണുന്ന എത്രയോ പേര് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും. സത്യം വെറുതെ ഒരു ക്രീമിന്റെ കണ്ടു കഴിഞ്ഞാൽ അതങ്ങോട്ട് വാങ്ങത്തേക്ക് അത് കാണിച്ചു കൊടുക്ക്. എവിടുത്തെ ആളായാലും ഇതാണ് ഇതാണ്ടോ ഇത് ഇതാ കണ്ടില്ലേ, സുകന്യ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ആ മുഖത്ത് ബ്രൈറ്റ് ആൻഡ് സ്കിൻ ടോൺ അതിനെ 499 റുപ്യ ഇട്ടതേ. ഷിപ്പിംഗ് ചാർജ് മാറിയില്ലേ? എത്ര 600 എത്ര ഇതിന്? അല്ല എന്താന്നറിയോ, ഞാൻ ഇത് പറയുന്നത് ഇതായിട്ട് പറയല്ല കേട്ടോ. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. നമുക്ക് ഇതിനെ പറ്റിയിട്ട് അത്ര വലിയ വിവരമൊന്നും ഇല്ല കേട്ടോ. കാരണം ഇതാ കണ്ടില്ലേ, സുകന്യ ഓരോ റീൽസ് കാണും, അവർ തേച്ചിട്ട് വാവ് പറഞ്ഞു കഴിഞ്ഞാൽ സുകന്യ അത് ഓർഡർ ചെയ്യും. അപ്പോൾ കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞു വെച്ചാൽ അറിയണ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചിലവർ ഉപയോഗിക്കണവരുണ്ടാവുമല്ലോ. ഇവിടെ ഇന്ന് തേക്കുന്ന ക്രീം അടുത്ത ആഴ്ച പിന്നെ അടുത്ത മാസം വേറെ ക്രീം തേക്കുക. കാരണം ഒന്നിലും അവള് സ്ഥിരമായിട്ട് തേക്കുന്ന ഒരു പരിപാടിയല്ല. ആ സ്ഥിരമായിട്ട് അവള് തേക്കില്ല. അപ്പൊ അതിനേക്കാൾ കൂടുതൽ വെളുപ്പ് വേറെയിലാണ്. ഞാന് ഹിമാലയയുടെ 15 രൂപയുടെ വാങ്ങിയിട്ട് അതായിരിക്കണം കേട്ടോ. അമ്മൂന് വാങ്ങിയതാണ്. ഇന്ന് ഞാൻ എന്തായാലും സ്കിൻ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നലെ ഞാൻ ആശുപത്രിയിൽ നമ്മുടെ അടുത്ത വീട്ടിലെ സ്നേഹ പ്രസവിച്ചു. അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ അവിടെ കടയിൽ കയറിയപ്പോൾ അവരേട്ടൻ പറഞ്ഞു, നല്ലൊരു മുഖം, എന്താ കുട്ടി എങ്ങനെ മുഖത്ത് കുരു വന്നിരിക്കണം, അതൊന്ന് സുരേഷ് ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നില്ലേ ചോദിച്ചു. ഞാനത് കുറേ ആയില്ലേട്ടോ വിചാരിക്കണോ, ഞങ്ങൾ കുറേ ആയിട്ടോ വിചാരിക്കണം ഡോക്ടറെ കാണണമെന്ന്. പക്ഷെ പറ്റിയ ഓരോ തിരക്ക് കാരണം പറ്റി. പിന്നെ സ്കിന്നിൻ്റെയൊക്കെ പോവുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നല്ല പൈസ വരും. ചെറിയ പൈസയിലൊന്നും സ്കിന്നിൻ്റെ നിൽക്കില്ല, നല്ല എമൗണ്ട് വരും. 12,000 രൂപയുടെ മുകളിൽ വരും തോന്നുന്നു അല്ലേ? എന്താ പറയാന്നറിയില്ല. എനിക്ക് ഇത്ര കുരു ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയാണെങ്കിലോ അപ്പം പറയും, ഈ ഫോട്ടോഷൂട്ട് എന്ന് ഓണത്തിന് ചെയ്യാൻ തുടങ്ങി അന്ന് മുതലാണ് എൻ്റെ മുഖം ഇങ്ങനെ കോലം കെട്ട് പറഞ്ഞിട്ട്. അമ്മയുടെ ചീത്ത വിളി അത് ചില്ലറയില്ല. മിണ്ടിയ അമ്മ അതാ പറയാ. അതുകൊണ്ടായിരിക്കുമോ പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് എന്തോ ഒരു ദേഷ്യം വെച്ചിട്ടാ അമ്മ അപ്പം പറയും, മുഖം കേടുവരുത്താനാണ് നല്ലൊരു മുഖം കേട് വന്നു പറഞ്ഞിട്ട്. ഇത്ര കുരു ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോൾ നല്ല കുരു വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മുഖം കാണുമ്പോൾ ഒരു ഇഷ്ടമില്ലായ്മ വരാൻ തുടങ്ങി. നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണല്ലോ, വേണ്ടേ ചേട്ടാ? ഇപ്പോൾ എന്താ നമ്മൾ സുകന്യയുടെ കാര്യം എന്താണെന്നറിയോ പറഞ്ഞത്, ഇത് എന്തെങ്കിലും അബദ്ധവശാൽ നമ്മുടെ സ്കിന്നിന് തേക്കുന്നതല്ലേ. അപ്പം അത് അറിയാത്തത് നമ്മൾ തേച്ചിട്ട് നമുക്ക് നാളെ ഭാവിയിൽ ഒരു ദോഷം വേണ്ടല്ലോ. പരസ്യക്കാർ പിന്നെ പലതും പറയും, അത് തേച്ചാ ഗുണാണ്, ഇത് തേച്ചാ ഗുണാണ് എന്നുള്ളത്. നമുക്ക് തന്നെ പ്രൊമോഷന്റെ ഓരോ സാധനങ്ങൾ വരുമ്പോൾ അറിയാത്ത ഓരോ കാര്യങ്ങൾ നമ്മൾ എടുക്കാത്ത എന്താണ്. എനിക്കിപ്പോൾ കുറേ ഇൻസ്റ്റയിൽ കൂടെ ഒക്കെ എന്നിട്ട് കുറേ പേരിനോട് പറഞ്ഞു, പ്രസി നിനക്കിതിൽ 10 രൂപ കിട്ടില്ലേ, ഇതിൻ്റെ വീട് പണി വേഗം ചെയ്യാൻ പറ്റുമല്ലോ, നീ എന്താ പ്രൊമോഷൻ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് കുറേ പേര് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അറിയാത്ത കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തലയിലാണ് പറഞ്ഞാലും ഒരുപാടൊന്നും ചെയ്യില്ല, മുഖത്താണ് വെച്ചാലും ചെയ്യില്ല. അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് ഇപ്പോൾ ആകെ ചെയ്യണ മുഖത്ത് എന്താണെന്നറിയോ, ആഴ്ചയിൽ ഒരു ദിവസം മഞ്ഞൾ തേക്കും. അത് തേക്കും മഞ്ഞൾ. അപ്പോൾ സുകന്യ തലയിലാണ് വെച്ചാലും ഓരോ എണ്ണകൾ വാങ്ങി തേക്കും. ഇന്ന് വാങ്ങിയതല്ല അവൾ അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോൾ തേക്കുക. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ അവള് വീട്ടിൽ ഇന്നലെ നല്ല മണം ഉണ്ടായിരുന്നല്ലോ അവിടുന്ന്. അത് ജാസ്മിന്റെ. രാത്രി വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട്ടിലൊക്കെ എന്തെങ്കിലും. അപ്പൊ ഇന്നലെ മണം ചെയ്താ വന്നത്. ഇന്നലെ ജാസ്മിൻ ക്രീമോ? ക്രീം ഒന്നുമില്ല, ഒരു ഓയിലിന്റെ മണം വന്നല്ലേ.
അയ്യോ എന്നൊന്നും അല്ല എനിക്ക് അമലയുടെ മണമാര് തോന്നിയേ അമ്മ മാറമ്മ. കണ്ടോ അവളുടെ കെട്ടിയ വാങ്ങി കൊടുക്കുന്നുണ്ടോ? കണ്ടോ കണ്ടു പഠിച്ചോ? അത് കെട്ടിയതൊന്നല്ല കണ്ടോ കാണാൻ വേണ്ടിയൊക്കെയാണ്. അതിന് കെട്ടിയൊരു പങ്കേയില്ല സുവിന് വാങ്ങിക്കൂട്ടില്ല. കണ്ടോ അവൾക്ക് ഇതാ കുടുംബത്തല്ലുണ്ടാകട്ടെ. അവൾക്ക് ക്രീം വാങ്ങിക്കൊടുത്തു, തലയിൽ എണ്ണ തേക്കാൻ വാങ്ങിക്കൊടുത്തു, മാറണം ഓൺലൈനിൽ ഡ്രസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ഒന്നും വാങ്ങി തന്നില്ല. ഞാൻ കണ്ടു. എന്നാ മിനിഞ്ഞാന്നോ എന്താ സാധനം വന്ന് ആ മിനിഞ്ഞാന്ന് വിളി വന്നപ്പോ ഇന്ന് ബന്ധു മാറണം അവൻ ചോദിക്കണ ഇന്ന് ബന്ധു മാറണമെന്ന്. അതന്നെ ഇവിടെ വന്ന് ചോദിച്ചു. അപ്പൊ ചോദിക്കണം അവൻ്റെ അടുത്ത് പറയണേ ഇന്ന് ബന്ധു മാറണമെന്ന്. അവൻ തന്നെ അപ്പുറത്ത് അതാ സൂര്യനെ അന്വേഷിച്ച ആള് വന്നു പറയും എന്ന് ബന്ധു മാറണമെന്ന്. നമ്മളങ്ങനെയല്ല കേട്ടോ, ചെയ്യണേം കൊണ്ട് യാതൊരു വിധ പ്രശ്നമില്ല. നമ്മുടെ ആവശ്യങ്ങൾ പലതുമാണ്. പക്ഷെ ഈ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ലതൊന്നും അറിയാണ്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ദോഷമായിട്ട് വരും. കെമിക്കൽ വാങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞു വാങ്ങുക നല്ലത്. നമ്മുടെ സ്കിന്നിന്റെ ഏത് രീതിയിലെ സ്കിന്ന് അമ്മൂന്റെ മുഖത്ത് ഡ്രൈ സ്കിന്നാണെന്നൊക്കെ ആർക്കും അറിയാനാ? അത് ഡോക്ടർക്ക് അല്ലേ അറിയൂ. അത് പറയട്ടെ. അമ്മൂന്റെ മുഖത്ത് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ മുട്ടി. ഇതാ അമ്മൂന്റെ മുഖത്ത് ഇതാ ആദ്യം കുരുക്കളുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ അമ്മൂന്റെ മുഖത്തൊക്കെ മാറിയിട്ടാ ക്ലിയറായി. അമ്മു എന്നെക്കാളും മടിച്ചാണ്. കാരണം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മു ചെയ്യേയില്ല. അമ്മൂനോട് ഞാൻ പറഞ്ഞു അമ്മു ഇടയ്ക്കിടയ്ക്ക് മുഖം സോപ്പിട്ട് കഴുകുക. എന്താ ഇപ്പൊ അതാ ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ട്. അതാ 15 ചളി പോയി കിട്ടിയാൽ മതി. എന്നിട്ട് എന്താണ് കാര്യം? അച്ഛനത് പറയും ഞാനത് ചെയ്യും അല്ലേ? അല്ല എനിക്ക് അല്ല അതന്നെ ഞാൻ പറഞ്ഞു. അച്ഛൻ പറയുന്നത് ശരിയല്ലേ? ഇങ്ങനെ കെമിക്കൽ വാങ്ങി തേക്കുമ്പോ ഡോക്ടർ പറഞ്ഞത് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ആയുർവേദം കൂടി ചെയ്യുമ്പോ ശ്രദ്ധിക്കണം. അല്ല അവള് അമ്മ ഒന്നും തേക്കും. അമ്മും മച്ചും മതി. അത് മതി. അമ്മൂന്റെ മുഖത്ത് കുറച്ച് കുരു വന്നത് എന്താ വെച്ചാൽ അമ്മൂട്ടി എന്റെ മുഖത്ത് ഒന്നുമില്ലല്ലോ സുഖന്. പിന്നെ എന്തിനാണ് കണ്ണും മൂക്കുണ്ട്. അതിപ്പോ ഇതൊക്കെ കീമിട്ട് കഴിക്ക് പോവില്ല. അച്ഛ വായുണ്ട്. അല്ല ഞാൻ ചെറുപ്പം മുതലേ തേച്ചിരുന്നില്ല കേട്ടോ. ഇപ്പോഴല്ല. ഞാൻ ഒരു സാധനം എൻ്റെ അമ്മ എൻ്റെ പോലെയാണ്. എൻ്റെ അമ്മ ഒരു സാധനം മുഖത്ത് തേക്കണ എൻ്റെ അമ്മ മുഖത്ത് തേക്കില്ല, പൗഡർ ഇടില്ല, ഒരു പൊട്ടിടുന്ന കണ്ടിട്ടില്ല, ഒരു വള ഇടുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ കുപ്പിവെള്ളം ഇടും. അത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ അടുത്ത എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെ 2 കയ്യിലിട്ടിട്ട്. അല്ലാതെ എന്നെക്കൊണ്ട് അധികം ചിലവുണ്ടായി കേട്ടോ. ഞങ്ങൾക്ക് നമ്മുടെ പുളി അടുപ്പത്ത് കേട്ടോ. കണ്ടില്ലേ? ഞാൻ തുടച്ചോളാം. നീ അതാ കോരിക്കളയി അടിച്ചു വരില്ലേ? ഞാൻ തുടയ്ക്കാം. അപ്പോൾ കുട്ടിക്ക് തിന്നാൻ കൊടുത്തളേ. എന്താണെന്നറിയോ അവ ഇപ്പോൾ ഉറങ്ങുകയാണ് കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നീച്ചതാവും. അവന് കഴിക്കാനുള്ളത് ഉണ്ടാക്കിക്കളേ. ചായ ഇന്ന് ഞാൻ 1/2 ഗ്ലാസ് ചായ കുടിച്ചുള്ളൂ. ചായ കഴിഞ്ഞേക്കണു. ഞാൻ അതിന് നീ കുഞ്ഞുണ്ണി വെച്ചോ? എന്ത് അവൻ അമ്പലത്തേക്ക് പോണ്ടെന്ന് രാവിലെ എന്താ നീച്ച് കഴിഞ്ഞിട്ട് അമ്മ എന്താ അറിയണെന്നറിയോ? പിന്നെന്താ 10 മണിയാവും. 10 മണി വരെ ഉണ്ടാവും. എവിടെ എനിക്കറിയില്ല കേട്ടോ. ഉള്ളി മുളക് ഉള്ളി ചൂടില്ല കേട്ടോ. ഉണക്കമുളക് ചുട്ടിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറഞ്ഞല്ല കേട്ടോ. നല്ല പ്രൊഡക്റ്റ് ഏതാന്നുള്ളത് ഒന്ന് ഉപയോഗിക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എന്താണെന്നറിയോ? എന്നാലല്ലേ അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലേ. ഓരോ കെമിക്കൽ ഒരാൾ ഉപയോഗിക്കുന്നത് വേറെ ആൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. കാരണം എല്ലാവരും സ്കിൻ ഒരേ രീതിക്കല്ല. ഇത് അത് നോക്കിയിട്ടല്ലേ മരുന്ന് ഇത്. അല്ലാതെ ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല
അതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ അത്. ശരിയാ. നമ്മൾ മഞ്ഞളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് തേക്കുന്ന പോലെയല്ല, അത് കെമിക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരാളോട് ചോദിക്കില്ല, നല്ല സ്കിൻ ഡോക്ടറെ കാണുക, അവർ പറഞ്ഞു തരുന്നത് എന്തോ അത് വാങ്ങും. ശരി. നമ്മുടെ പുളിയില്ലേ ഇതാ നല്ല പോലെ തിളക്കട്ടെ. ഈ പുളി കുറേ പേരുണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ, കുറേ പേര്. കാരണം എന്നെ പുറത്തൊക്കെ എവിടെയെങ്കിലും പോയി കണ്ടു കഴിഞ്ഞാൽ കൂട്ടുകാർ വിളിക്കുക എന്താണെന്നറിയോ, മുളക് വറുത്ത പുളി ചേച്ചി എന്നറിയാം. ഓ അമ്പലത്തിക്ക് പോണവർ പോയിട്ട് വരും. എവിടെ അമ്മു? എന്നിട്ട് വേഗം വായട്ടോ, എന്നിട്ട് കഴിക്കാം. നിന്റെ ചെരുപ്പ് കാണാനുമില്ലേ? നന്നായി നന്നായി. ടാറ്റാ. നോക്കി പോവും, നോക്കി പോട്ടാ. നോക്കി എന്താ ഇതിനെ പോകുമ്പോൾ അവരുടെ ചാച്ചൻ്റെ വീട് അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകണം, കുറേ കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോവുക. എന്നവിടെ അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ വൈകുന്നേരത്തെ പോവുള്ളൂ, ഇല്ലെങ്കിൽ വൈകുന്നേരത്തെ ചിലപ്പോഴേ പോകാൻ പറ്റുള്ളൂ. സ്കിൻ ഡോക്ടറെ കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. തിരക്ക് ആവുമോയെന്നും അറിയില്ല. പറ്റിയ അവിടേക്ക് പോകണം. നമ്മളേ ഞങ്ങളും നേരത്തെ തന്നെ എന്നാൽ പോട്ടെ, പോയി തൊഴുതിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം.